ആദ്യം തൃശൂരിൽ നിന്ന് ഒരു അരും കൊലപാതകത്തിന്റെ വാർത്ത വരുന്നുണ്ട്. ഒരേ പ്രതിയുടെ മൂന്നാമത്തെ കൊലപാതകം. തൃശൂർ കുന്നംകുളം ചുവന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സണ്ണി പിടിയിലായിട്ടുണ്ട്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലാണ് സണ്ണിയെ പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിന് മുമ്പ് സണ്ണി ക്വാർട്ടേഴ്സിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഒരു വാടക ക്വാർട്ടേഴ്സിൽ യുവാവിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നു. തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിൽ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ തൃശ്ശൂരിൽ നിന്ന് പിടിയിലാകുന്നു. എന്താണ് പ്രതിയുടെ പശ്ചാത്തലം? ഇരട്ടക്കൊലക്കേസിലെ പ്രതിയാണ് സണ്ണി എന്ന് മനസ്സിലാക്കുന്നു. എന്തിനാണ് കൊലപാതകം? മരിച്ചയാളെ ഇനിയെങ്കിലും തിരിച്ചറിയാനായിട്ടുണ്ടോ? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മരിച്ച ആളെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും പോലീസിനില്ല. ഇയാളുടെ ചില ചിത്രങ്ങളുണ്ടെങ്കിൽ പോലും ഇയാളുടെ പേര് വിവരങ്ങളോ മേൽവിലാസങ്ങളോ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മരിച്ചയാൾ തൃശ്ശൂരിലാണ് ഈ വാടക ക്വാർട്ടേഴ്സ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുറത്തു നിന്ന് പുകയുരുന്നത് കണ്ട അയൽവാസികൾ നടത്തിയ തെരച്ചിലാണ് അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിക്കുകയായിരുന്നു. പ്രതി സണ്ണി മണിക്കൂറുകൾക്ക് തന്നെ പിടിയിലായിട്ടുണ്ട്. ഇരട്ടക്കൊലക്കേസ് പ്രതിയാണ് സണ്ണി. ബന്ധുവിനെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. മൂന്നാം കൊലപാതകത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന. സൂരജ്, തുടരാം. സുഹൈൽ, 2 ഇരട്ട കൊലപാതക കേസുകളിലെ പ്രതിയായിരുന്നു ഈ സണ്ണി. അതിൽ ഒരു കേസിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശേഷം മറ്റൊരു കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടയിലാണ് ഈ സണ്ണിയുടെ ക്വാർട്ടേഴ്സിൽ തന്നെ ഇന്ന് മറ്റൊരു കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത്. ഈ മരിച്ച ആളെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയുമില്ല. ചില ചിത്രങ്ങൾ, ഈ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ആളുടേതെന്ന് സംശയിക്കുന്ന ചില ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊല്ലപ്പെട്ട ആൾ ആരാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സണ്ണി താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടുകൂടി പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി നോക്കുന്ന സമയത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഈ മൃതദേഹം കത്തിക്കുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് ഈ സണ്ണിയെ കുറിച്ച് അന്വേഷിക്കുന്നത്. സണ്ണി ഇപ്പോൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.